നമസ്കാരം. തൃശൂർ ശോഭ സിറ്റിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന മുഹമ്മദ് നിഷാമിന് ഹൈക്കോടതി പരോൾ അനുവദിച്ചു. കഴിഞ്ഞ 3-ാം തീയതിയാണ് ഹൈക്കോടതി മുഹമ്മദ് നിഷാമിന് പരോൾ അനുവദിച്ചത്. സംസ്ഥാന സർക്കാരിനോട് വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ വ്യവസ്ഥ നിശ്ചയിക്കുന്നത് മുതൽ 15 ദിവസത്തേക്കാണ് പരോൾ. ഇതിനു മുമ്പും നിഷാമിന് കോടതി പരോൾ അനുവദിച്ചിരുന്നു. പ്രായമായ മാതാവിനെ പരിചരിക്കാൻ ഒരാഴ്ച പരോളാണ് നേരത്തെ കോടതി അനുവദിച്ചത്. ഇതുപ്രകാരം നിഷാം കടവന്തറയിലെ വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. അന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനോ മാധ്യമങ്ങളുമായി സംസാരിക്കാനോ അനുമതി നൽകിയിരുന്നില്ല. നിഷാം വീണ്ടും പുറത്തിറങ്ങുമ്പോൾ പുതിയ വ്യവസ്ഥകൾ എന്ത് വേണമെന്ന് സംസ്ഥാന സർക്കാരിന് നിശ്ചയിക്കാം. 2016-ൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് കഴിയുകയാണ് നിഷാം. 2015 ജനുവരി 29-ന് പുലർച്ചെയാണ് കേരളത്തെ നടുക്കിയ സംഭവം. ഗേറ്റ് തുറക്കാൻ വൈകിയതിലും ഗേറ്റിനടുത്ത് വാഹനം തടഞ്ഞ് ID കാർഡ് ചോദിച്ചതിലും പ്രകോപിതനായാണ് ചന്ദ്രബോസിനെ നിഷാം ആക്രമിച്ചത്. ഭയം നോടിയ ചന്ദ്രബോസിനെ വാഹനത്തിൽ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. വീണുകിടന്ന ചന്ദ്രബോസിനെ നിഷാം എഴുന്നേൽപ്പിച്ച് വാഹനത്തിൽ കയറ്റി പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു. വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ചതിന് പുറമെ ചന്ദ്രബോസിനെ നിഷാം മാരകമായി ആക്രമിക്കുകയും ജീപ്പിലിട്ട് ചവിട്ടുകയും ചെയ്തു. സെക്യൂരിറ്റി റൂമും ഫർണിച്ചറുകളും ജനലുകളും അടിച്ചു തകർത്തു. ആക്രമണം തടയാനെത്തിയ സെക്യൂരിറ്റി സൂപ്പർവൈസർ അയ്യന്തോൾ കല്ലിങ്കൽ വീട്ടിൽ അനൂപിനും മർദ്ദനമേറ്റു. മറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ഫ്ലൈയിങ് സ്ക്വാഡ് എത്തിയാണ് ചന്ദ്രബോസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ചികിത്സയിലിരിക്കെ ഫെബ്രുവരി 16-ന് ചന്ദ്രബോസ് മരിക്കുകയായിരുന്നു. ചന്ദ്രബോസ് വധത്തിൽ വൻ ജനരോഷമാണ് പിന്നീട് ഉയർന്നത്. പൊട്ടിയ വാരിയലുകൾ തറഞ്ഞു കയറി ആന്തരിക അവയവങ്ങൾക്കും സംഭവിച്ച മുറിവുകളും ക്ഷതങ്ങളുമാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 2016 ജനുവരി 21-ന് ചന്ദ്രബോസ് വധക്കേസിൽ കൊലപാതകം ഉൾപ്പെടെ 9 കുറ്റങ്ങൾ തെളിഞ്ഞുവെന്നും നിഷാം കുറ്റക്കാരനാണെന്നും കണ്ടെത്തിയ തൃശൂർ അഡീഷണൽ കോടതി പ്രതിക്ക് ജീവപര്യന്തവും 24 വർഷം തടവും 80,30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. നിഷാം 50 ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിരുന്നു. ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തിട്ടും ആദ്യഘട്ടങ്ങളിൽ നിഷാം രക്ഷപ്പെടാൻ വളരെയേറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന് അയാൾ ഉപയോഗിച്ചത് തന്റെ കൈവശമുള്ള പണവും അത് ഉപയോഗിച്ചുണ്ടാക്കിയ സ്വാധീനങ്ങളുമായിരുന്നു. പോലീസിൽ തന്നെ അയാൾക്ക് സഹായം ചെയ്യാൻ ആളുണ്ടായി. ഒടുവിൽ കോടതി ക്രൂരതയ്ക്കനുസരിച്ച് ശിക്ഷ വിധിച്ച് നിഷാമിനെ ജയിലിലേക്ക് അയച്ചപ്പോൾ അവിടെയും അയാൾക്ക് സഹായങ്ങൾ കിട്ടി. ഇതിനിടെ സ്വന്തം സഹോദരങ്ങളുമായി പോലും നിഷാം ബിസിനസിന്റെ പേരിൽ വഴക്കുണ്ടായി. കിങ് സ്പേസ് എന്ന തന്റെ സ്ഥാപനത്തിലെ മാനേജറെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയത് ജയിലിൽ നിന്നായിരുന്നു. ജയിലിൽ അയാൾക്ക് സുഖജീവിതമാണ് കിട്ടുന്നതെന്നും പോലീസ് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുവെന്ന വാർത്തകളും പരാതികളും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. നിഷാമിന്റെ പിതാവ് തൃശ്ശൂരിലെ കാജ ബീഡി കമ്പനിയിലെ മാനേജറായിരുന്നു. ശ്രീലങ്ക പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ബീഡി കയറ്റി അയക്കുന്നതിന്റെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ച് കിങ്സ് ബീഡി എന്ന പേരിൽ സ്വന്തമായി കമ്പനി തുടങ്ങി. തമിഴ്നാട്ടിലെ തിരുനെൽവേലി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. പിതാവ് മരിച്ചതോടെ 17-ാം വയസ്സിൽ നിഷാം കമ്പനിയുടെ മുതലാളിയായി. അതോടെ ബീഡി കമ്പനി മറ്റ് വ്യവസായങ്ങളിലേക്കുള്ള വഴിയാക്കി നിഷാം മാറ്റി. ബീഡി കമ്പനിക്ക് എന്ന പേരിൽ തിരുനെൽവേലിയിലും കോയമ്പത്തൂരിലും വാങ്ങിയ സ്ഥലങ്ങളെല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനായി വിറ്റു. കിങ് സ്പേസ് എന്ന പേരിൽ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കി. തൃശ്ശൂരിലും കൊച്ചിയിലും ബംഗളൂരുവിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയ സ്ഥലങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി. പാടങ്ങൾ പോലും വാങ്ങി നികത്തി ഫ്ളാറ്റുകളാക്കി. ഇതിനൊപ്പം രഹസ്യമായി ബ്ലേഡ് വലിച്ച ബിസിനസ് നടത്തി. അങ്ങനെ ബീഡി കമ്പനിയിൽ നിന്നും 500 കോടിയുടെ ഉടമയായി നിഷാം മാറുകയായിരുന്നു.